സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പോർഷൻസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അതിൽ ലെസൺ വൈസും ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെസൻ്റെ ഓൾ പാർട്സ് കാണാൻ പറ്റുന്നതായിരിക്കും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിതാ നമ്മുടെ ഒരു കുഞ്ഞൊരു വലിയ സെക്ഷൻ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെസണിൽ കഴിഞ്ഞു. കാരണം ഇതായിരുന്നു നമുക്ക് നന്നായി പഠിക്കേണ്ട ഏരിയ. ഇത് മനസ്സിലായാൽ പിന്നെ അടുത്ത ടോപ്പിക്സൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, ഇതുവരെയുള്ള കാര്യം നന്നായി പഠിച്ചിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാമെന്നായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ. ഷെല്ല്, സബ്ഷെൽസിൽ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടപോലെയല്ല, ബേസ്ഡ് അപ്പോൺ ദ എനർജി ലെവലാണ്. അത് കാണിക്കാൻ നമ്മളുടെ സിമ്പിൾ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആരോ കമൻറ്റ് സെക്ഷനിലിട്ട് ഹൗ ടു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലിമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 19 എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കമൻസിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നെക്സ്റ്റ് ടോപ്പിക്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ 19 എങ്ങനെ എഴുതും? അപ്പം നമുക്കറിയാം Z is equal to 19. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. അപ്പം അറ്റോമിക് നമ്പർ നമ്മൾ എങ്ങനെ എഴുതും? എത്ര അറ്റോമിക് നമ്പർ എന്ന നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പം നമ്മൾ എഴുതുകയാണ് 1s2 2s2 2p6. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കാം. 6 + 2 8 8 + 2 10. ഇനി 3s2 3p6. അപ്പം 2 4 6 18. ഇനി എന്താ ഉള്ളത്? 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം നമ്മളോട് അടുത്തത് പറഞ്ഞിട്ട് 3s2 3p കഴിഞ്ഞാൽ ഡയറക്റ്റ് എങ്ങോട്ടേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. നമ്മൾ 4sൽ 3Dയിലേക്ക് പോകരുത്. അതിൻ്റെ മുന്നേ അവിടെ ഫില്ലിങ് നടക്കും. നമ്മുടെ 4sൽ ഫില്ല് ചെയ്യും. 4s1 എന്നിട്ടേ ഉള്ളൂ 3Dയിലേക്ക് പോകാൻ. 1 ഇലക്ട്രോൺ 2 4 6 6 3 18 19. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 1s 2s 3s 2s 2p 3s 3p വരെ നമുക്ക് പ്രശ്നമില്ല. 3p കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി 3D എഴുതരുത്. എന്തെഴുതിയേക്കണം? 3Dക്ക് മുന്നേ 4sലാണ് ഇലക്ട്രോൺസ് പോവാന്നുള്ളത്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അറ്റോമിക് നമ്പർ 19 എന്നുള്ളത്. പിന്നെ പറഞ്ഞു ഹയർ നമ്പർ വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ 10th ഹയർ നമ്പറിൽ വരില്ലേ, എന്നാലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം സിർക്കോണിയം ആറ്റോമിക് നമ്പർ ഇസ് 40. ഞാൻ ഇപ്പം നമ്മുടെ റെഡ്യൂസ്ഡ് ഫോമിലല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ആറ്റോമിക് നമ്പർ എഴുതുന്ന പോലെ 1s2 2s2 വെച്ച് കാണിക്കുകയാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, തൊട്ട് മുന്നത്തെ എലിമെൻ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ 40 എഴുതുക എന്നുള്ളത്. 1s2 എന്തായാലും നമുക്ക് ഉറപ്പാണ്. ഇത് 21 ആണെങ്കിൽ നമ്മൾ ഇവിടെ വരെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെ എഴുതി പോവാം. 1s2 2s2 2p6 3s2 3p6 4s2 3d10 വരെ ഞാൻ എഴുതി വെച്ചു. എന്നത് നോക്കട്ടെ. 2 4 6 6 3s are 18 20 30 38 ഉള്ളൂ. ഇനിയും എനിക്ക് 10 വേണം. 1s2 2s2 2p6 3s2 3p6 4s2 3d10. 3d കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 4p ആണ്. പിന്നെ വരുന്നത് 4p6. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 5s ആണ്. ഞാൻ അതിനുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 1s 2s 2p എഴുതുക, 3s 3p 3d എഴുതുക, 4s 4p 4d 4f എന്ന് എഴുതുക, 5s 5p 5d 6s 6 എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1s പിന്നെ ഇവിടുന്ന് 2s പിന്നെ ഇവിടുന്ന് 2p then 3s then 3p 4s കണ്ടോ, 3p 4s പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോകണം 3d 4p then comes 5s കണ്ടോ, 5s കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ മുകളിലേക്ക് പോയാൽ 4d 5p 6s. ഇത് കഴിഞ്ഞ് അടുത്ത 4d ആണ്. നമുക്ക് നോക്കാം 4d വേണമെന്ന്. 2 4 6 6 3 18 20 30 36 38. അപ്പോൾ എനിക്ക് എന്തുകൂടെ വേണം?
4Dയും കൂടെ വേണം. 4D. അപ്പോൾ എനിക്കിനി എത്ര വേണം? 2 4 6 2 4 6 6 3 18 20 30 36 38. 2 more. അപ്പോൾ ദാ 4D2. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 4D2 വരെ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഞാൻ മല്ല ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ഈ വർക്കിംഗ് കോളത്തിൽ 1s 2s 2p എഴുതുക, എന്നിട്ട് ഇതിങ്ങനെ. പക്ഷേ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് പിന്നെ 2s അല്ല, ഇതിങ്ങനെ മുകളിലേക്ക് പോകണം. അതിനാണ് ഇങ്ങനെ ഡോട്ട് കാണിച്ച് 1s കഴിഞ്ഞിട്ട് നേരെ 2s 2 പിന്നെ ഇതാണ് ഇവിടെ മുകളിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ തന്നെ എഴുതി നോക്കിയാൽ കണ്ടോ, ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇതൊന്ന് എഴുതി നോക്കാൻ. അപ്പം ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പം എങ്ങനെ എഴുതണം? എല്ലാ 3കളെയും ഒരുമിച്ച്, എല്ലാ 1കളെയും ഒരുമിച്ചിട്ട് എഴുതണം. നോക്കി നോക്കാം. 1s2 2s2 2p6 3s2 3p6 3ൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരൂ. 3d10. ദെൻ 4ൻ്റെത് എല്ലാവരും ഒരുമിച്ച് 4s2 4p6 4d2 ദെൻ 5s2. കണ്ടോ? ഇലക്ട്രോൺ ഏറ്റവും ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻ ദ 4D സബ്ഷെൽ. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2 4 6 6 2 18 20 22 6 plus 2 28 2 4 6 2 4 6 6 2 12 18 20 30 30 40. യെസ്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഇങ്ങനെ എഴുതിയെന്നുള്ളത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക ബേസ്ഡ് അപ്പോൺ ദി എനർജി. എനർജീനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അതിനുള്ളത് കഴിയും. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ഹൗ ടു റൈറ്റ് ദാറ്റ്? നമ്മൾ എല്ലാ ഷെൽസിനെയും ഒരുപോലെ എഴുതും. ഇനി ഇതന്നെ ഒന്ന് നോക്കൂ. ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ടു വിച്ച് ഷെൽ or to which subshell the last electrons are filling എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതല്ല ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? 4Dയിൽ. കാരണം ഞാൻ പറഞ്ഞു ഒരു ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ ഷെൽസുകൾ ഉണ്ടാവും അല്ലേ? ഷെല്ലുണ്ട്, സബ്ഷെൽസ് ഉണ്ട്. അപ്പം ഇവിടെ പോണ്ട ആൾക്ക് ചിലപ്പോൾ തോന്നും ഇവിടേക്കാളും എനർജി ഈ പുറത്തുള്ള ആൾക്കാന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഫില്ല് ചെയ്യാതെ അയാൾ ഇങ്ങോട്ടേക്ക് ഓടുന്നത്. ബട്ട് ഷെല്ല് എപ്പോഴും എന്താണ്? ആ തേർഡ് ഷെല്ല് തേർഡിൻ്റെ പൊസിഷനിലും, ഫോർത്ത് ഷെല്ല് ഫോർത്തിൻ്റെ പൊസിഷനിലും, ഫിഫ്ത്ത് ഷെല്ല് ഫിഫ്ത്തിൻ്റെ പൊസിഷനിലും. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ക്ലാസ്സിൽ ഒരു 7 ബെഞ്ചുണ്ട്. അപ്പോൾ 7 ബെഞ്ചിലും ചിലപ്പം നടുക്കുള്ള ബെഞ്ചിൽ കുറച്ച് സ്ഥലം കുറവായിരിക്കും. അപ്പം ഒരു കുട്ടിയോട് മാറിയിരിക്കാൻ പറഞ്ഞാൽ ആ നടുക്കുള്ള ബെഞ്ച് വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെഞ്ചിൽ പോയിരിക്കും. പക്ഷേ ആ നടുക്കുള്ള ബെഞ്ച് അവിടെ തന്നെ ഉണ്ട്. അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചെറിയ ബെഞ്ചിലേക്ക് വന്നിരിക്കുള്ളൂ. അതേപോലെയാണ് ഷെല്ലുകൾ ഇലക്ട്രോൺസിന് ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള, അതായത് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന ഷെല്ല് ഇങ്ങനെ തന്നെയാണ്. 4 5 6 ഇതിനൊരു മാറ്റവും ഇല്ല. ഇവിടെ മാറ്റം വരുന്നത് എന്താ? എനർജിയിൽ ഒരിത്തിരി മാറ്റം വരുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള ചിലപ്പോൾ ഇലക്ട്രോൺ ചിലപ്പോൾ ചാടി ഇവിടെ പോയിരിക്കും. ഇവിടെ ഇരിക്കാൻ മടിച്ചിട്ട് ചിലപ്പം അടുത്ത ഷെല്ലിലേക്ക് പോകും. അല്ലാതെ ഷെല്ലുകൾ ചേഞ്ച് ആവുന്നില്ല. അപ്പം നിങ്ങളോട് ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ടു വിച്ച് സബ്ഷെൽ ദി ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക ഇവിടെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദറ്റ് ആറ്റം എന്ന് ചോദിച്ചാൽ ഏതാണ്? 5th ഷെൽ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ടു വിച്ച് ഷെൽ ദ ഇലക്ട്രോൺ അത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 4Dയിലാണ്, അല്ലാതെ 5sലല്ല. 4Dയിലാണ് ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. ബട്ട് വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് ചോദിച്ചാൽ 5th ഷെല്ലാണ്. കാര്യം സോ നമ്മൾ ഒരു എക്സാമ്പിളൂടെ ചെയ്തത് ഹയർ ആറ്റോമിക് നമ്പർ കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ക്രിപ്റ്റൺ. ക്രിപ്റ്റൺ 36. അപ്പം ക്രിപ്റ്റൺ ഇതാണ് Krypton 36. Atomic number of Krypton is 36. അപ്പോൾ നമ്മൾ എഴുതുകയാണ് 1s2 2s2 2p6. ഈ 36 ഒക്കെ കാണുമ്പോൾ ഉറപ്പിക്കാം. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് എഴുതിയിട്ട് അങ്ങ് കൗണ്ട് ചെയ്താൽ മതി. 2s2 2p6 3s2 3p6 3p കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിൽ വരണം 4s ആണ്. ഇനി നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക എത്രയൊക്കെയായിരുന്നു. 2 4 6 6 3 18 20 ആയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് 16 ഉണ്ട്.
4s2 കഴിഞ്ഞാൽ 3d10. 3d10. അപ്പോൾ 10 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ വരിക? 4p. ഇനി ഒന്ന് നോക്കി നോക്കി എത്ര കൂടെ വേണം? 2, 4, 6, 6 3s are 18, 20, 30, 36. ക്രിപ്റ്റൺ എന്ന് പറയുന്നത് ഒരു ഇതാണ്, നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ കംപ്ലീറ്റ്ലി ഫിൽ ആയി. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10, 4s, 4p6. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇതാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ഇൻ ദ 4p subshell. Now how to write the configuration? 1s2, 2s2, 2p6, 3s2, 3p6, 3dൻ്റെ ഫ്രണ്ടിനെ 3ൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് 3d10, then 4s2, then 4p6. കണ്ടോ? ഇതാണ് എഴുതേണ്ട ഓർഡർ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാം. which is the subshell in which the last electron enters? It is the 4p subshell, the last electron enters. Which is the outermost shell of this എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4. ഏറ്റവും outermost shell ഏതാണ്? 4 തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതിയേക്കണം. കൺഫ്യൂഷൻ വരരുത്. കാരണം ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 4s2 കഴിഞ്ഞാൽ 3d കഴിഞ്ഞിട്ട് പിന്നെ 4p വരും. മനസ്സിലാവുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾ കെമിസ്ട്രി എടുത്ത് 12th പോകുന്നുണ്ടെങ്കിൽ, കെമിസ്ട്രി സബ്ജക്റ്റ് ആണ്, അതായത് സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ 12th ചോദിക്കാറുണ്ട്. ഇതൊരു ജനറൽ ആയിട്ട് പഠിക്കുന്ന ഒരു എന്താ പറയുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ പിന്നെ അപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കാം. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മളോട് ചോദിക്കുകയാണ്. ഹൗ ടു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ക്രോമിയത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് CR ആണ്. ആറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം ഇസ് 24. എന്താണ്? 24. അപ്പോൾ നമ്മൾ എന്ന് എഴുതുന്ന പോലെ തുടങ്ങല്ലേ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഞാൻ എഴുതുകയാണ് 2, 4, 6, 6, 18, 20, 24. കറക്റ്റ് ആയല്ലോ അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. അപ്പം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക ഈ ഓർഡറിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യമായിട്ട് എഴുതി. അപ്പം നമ്മൾ ഇത് എക്സാമിന് എഴുതിയ ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ വലിയൊരു റോങ് ഇട്ട് വയ്ക്കും. എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ വീണ്ടും എക്സെപ്ഷൻസ് നമ്മൾ പറയാം. എന്തിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവില്ലേ? ഇപ്പം എന്തെടുത്താലും അതിലൊരു എക്സെപ്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു എക്സെപ്ഷനിൽ ഒരാളാണ് ഈ ക്രോമിയം. അപ്പോൾ ഇതിനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ്? എല്ലാം ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെല്ലിലൂടെ ഓടുക ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ കണ്ട അറേഞ്ച്മെൻറ്റ്സ് തിയറിയാക്കി നമ്മുടെ ബുക്കിൽ തന്നു. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസ് ഈ ഷെല്ലിൽ ഓടിക്കോ അല്ലെങ്കിൽ അതല്ല. ഇതൊക്കെ അവർ കുറേ ടെക്നിക്സ് വെച്ചിട്ട് കെമിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും കണ്ടുപിടിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സിലെ നമുക്ക് ടെക്സ്റ്റിൽ തരുന്നത്. അപ്പോൾ ഈ കോപ്പറിനും ഈ ക്രോമിയത്തിലൊരു എക്സെപ്ഷൻസ് സയൻറ്റിസ്റ്റുകൾ കണ്ടു. എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയല്ല ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രോൺസ് എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1s2, 2s2 ഇത് കറക്റ്റ്, 2p6ഉം പ്രശ്നമില്ല, 3s2, 3p6, എസ്സിൽ 1 ഇലക്ട്രോണും ഡിയിൽ 5 ഇലക്ട്രോൺസും കിടക്കുന്നത് കണ്ടോ? നമ്മുടെ പ്രതീക്ഷയ്ക്ക് 3d4, 4s2. പക്ഷേ എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ ഇവിടെ എന്ത് പറ്റി? 4s1 എസ്സിൽ 1 നിന്നിട്ട് അതിലൊരു ഇലക്ട്രോണും കൂടെ 3dയിലേക്ക് പോയി. എന്തുകൊണ്ടാണത്? അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡി സബ്ഷെൽ, എഫ് സബ്ഷെൽ നമുക്കറിയാം ഡീൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 10 ആണ് അല്ലേ? എഫിൽ എത്രയാണ്? 14 ആണ്. അപ്പം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഡി സബ്ഷെല്ലും എഫ് സബ്ഷെല്ലും പോലെയുള്ള സബ്ഷെല്ലുകൾക്ക് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റിയാണ്. ഒന്നുകിൽ അവർ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും.
അപ്പം അവർക്ക് ബാക്കി ഇതേത് ഈ D4-നെക്കാട്ടൊക്കെ അവർക്ക് സ്റ്റെബിലിറ്റി എപ്പോഴാണ് D5. അപ്പോൾ എപ്പോഴും ആരും എന്തിനാണ് ശ്രമിക്കുക, സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ട്, എപ്പോഴും നല്ല സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ തന്നെ ഇലക്ട്രോൺസിനും. അപ്പം ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് D subshell ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ദാൻ ദാറ്റ് ഓഫ് പാർഷ്യലി ഫിൽഡ്. അതായത് പകുതി ഫില്ല് ചെയ്താലോ അല്ലെങ്കിൽ ഫുൾ പകുതി ആയിരിക്കണം, ഒന്നുകിൽ കറക്റ്റ് ഹാഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഫുള്ളായിരിക്കണം. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും. അതുകൊണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവർക്കൊരു സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, 5 ഇലക്ട്രോൺ വരുമ്പോഴാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഇവിടെ ഉള്ളൊരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ചാടും, ഡീൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് ക്രോമിയത്തിന് ഇങ്ങനൊരു എക്സെപ്ഷണൽ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ D subshell have attain an extra stability when it is half filled or completely filled. ഒന്നെങ്കിൽ D5 ആവുമ്പോഴോ അല്ലെങ്കിൽ D10 ആകുമ്പോൾ ഇതേപോലെ തന്നെ F14ൻ്റെ ഹാഫ് എത്രയാണ് 7. അപ്പോൾ ഒന്നെങ്കിൽ ഹാഫ് ഫിൽഡ് ആയാലും അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും. ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഇൻ ദിസ് S ഓർബിറ്റൽ ജമ്പ് ഇൻ ടു ദി D subshell ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റേബിൾ. അപ്പോൾ അവരെന്താക്കും, ഡിയിലേക്ക് ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തിട്ട് പറയും, അയ്യോ ഞാൻ ഈ എസ്സിൽ ഇപ്പോൾ ഇരിക്കണില്ല, എന്തുകൊണ്ടാണ് വെച്ചാൽ ഡിക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും, അപ്പം നമ്മൾ മൊത്തത്തിലൊരു സ്റ്റേബിൾ ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഡീൻ്റെ അടുത്തേക്ക് ചാടുമെന്ന് പറയും. അങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഓർ റൈറ്റ് ദ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം, ഓർ അല്ലെങ്കിൽ അവർ ഇതുപോലെ തരും, എന്നിട്ട് ചോദിക്കും ഈസ് ദിസ് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഇസ് കറക്റ്റ്, ഇഫ് നോട്ട് ജസ്റ്റിഫൈ, ഇതാണോ കറക്റ്റ്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങൾ എഴുതണം ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഇസ് ദിസ് എഴുതുക. എന്നിട്ട് പറയുക half filled or completely filled D subshell have an extra stability. That's why instead of electron staying in S subshell, it will jump into the D subshell and attains an extra stability. കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒന്നുകൂടി നീറ്റാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s2 3p6 3d5 4s1. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക 24. അതിൻ്റെ ഇലക്ട്രോണിക് കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ഇറ്റ് ഇസ് ബിക്കോസ് D subshell ഹാസ് എൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ബിക്കോസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് subshell. മനസ്സിലായല്ലോ? ഇനി ഒരാളും കൂടെ ഉണ്ട് ഇവർ. അടുത്ത ഇവരുടെ സെക്ഷനിൽ എക്സെപ്ഷൻ കാണിക്കുന്ന വേറൊരാളാണ് കോപ്പർ. കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പം നമ്മൾ പഠിച്ച ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതല്ലേ, 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഇപ്പം നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്താണ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും. അപ്പം ഞാൻ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതിയെന്ന് വെച്ചാൽ ഇത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും, 1s2 2s2 2p6 3s2 3p6 ഡിക്ക് 9 എണ്ണം ഉണ്ട്. അപ്പോൾ 10 എണ്ണമായ ഡിക്ക് നല്ല സ്റ്റെബിലിറ്റി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഓക്കെ ഞാൻ അങ്ങ് വരാം, എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ചാടും, ഈ എസ്സിൽ നിന്ന് ഡിയിലേക്ക് ഒരൊറ്റ ചാട്ടം കൊടുക്കും. അപ്പം എന്ത് പറ്റും, ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. അപ്പം ഇതെന്താണ്, ഇതല്ല ഇതിൻ്റെ കോൺഫിഗറേഷൻ, ഇതാണ്. വൈ? ഇറ്റ് ഈസ് ബിക്കോസ് ദ D subshell attains extra stability when it is half filled or completely filled. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നത് കൊണ്ട് ഇലക്ട്രോൺസ് ഇവിടെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു കോൺഫിഗറേഷൻ. സോ വിൽ റൈറ്റ് ദ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d10 4s1. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇതെപ്പോഴും ചോദിക്കുന്ന റൈറ്റ് ദ എക്സെപ്ഷണൽ ബിഹേവിയർ ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം വെൻ റൈറ്റിംഗ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓർ വൈ കോപ്പർ ആൻഡ് ക്രോമിയം ഇസ് ഷോയിങ് സച്ച് എൻ എക്സെപ്ഷണൽ ക്യാരക്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് D subshellൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. D മാത്രമല്ല, F is also showing such configuration when it is half filled or
കംപ്ലീറ്റ്ലി ഫിൽഡ്. എഫിനും അങ്ങനെയുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് കോപ്പർ ആൻഡ് ക്രോമിയം മാത്രമേ ഉള്ളൂ. നന്നായി മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലൊന്നും പറയാനില്ല, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ 1-2 പ്രോബ്ലം ചെയ്തു നോക്കുക. ആ പ്രോബ്ലം കൂടെ ചെയ്താൽ ഉറപ്പിച്ചോ നിങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചവർക്ക് കേട്ടോ ഇത് പഠിച്ച് മനസ്സിലായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഇടൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് പോകുള്ളൂ. സോ വിൽ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇത്രയും നമ്മൾ എടുത്ത ടോപ്പിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായെന്നുള്ളതാട്ടോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് അധികവും ചോദിക്കാറ്. അല്ലാതെ സിമ്പിളായിട്ടുള്ള വാട്ട് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെയൊന്നുമല്ല ചോദിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. The electronic configuration of an element, ഏതോ ഒരു എലിമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. ഇതാണ് ക്വസ്റ്റ്യൻ. The electronic configuration of an element is 1s2 2s2 2p6 3s2. First question, how many shells are there? എത്ര ഷെൽസ് ഉണ്ട് ഇതിൽ? എത്ര ഷെൽസ് ഉണ്ട് നമുക്കറിയാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സബ്ഷെൽ അല്ല ചോദിച്ചത്, എത്ര ഷെൽസ് ഉണ്ട്? There are 3 ഷെൽസ് അല്ലേ? ഏതൊക്കെ ഷെൽസ് ആണ്? 1 2 3. അപ്പോൾ ഏതൊക്കെയാ? K L M. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നിങ്ങളോട് ഇത്രയും ചോദിച്ചുള്ളൂ, ഹൗ മെനി ഷെൽസ് ആർ there? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സബ്ഷെൽ ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിൻ്റെയും സബ്ഷെൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ K ഷെൽ. നിങ്ങൾ വേണം 1 എന്ന് എഴുതിക്കോ. Kൻ്റെ സബ്ഷെൽ ഏതാ? S. സെക്കൻഡ് ഷെൽ എന്ന് പറഞ്ഞാൽ L ആണ്. Lന് എത്ര സബ്ഷെൽസ് ഉണ്ട്? S P. ഓരോ ഷെല്ലിൻ്റെയും സബ്ഷെൽസ് എഴുതാനാണ് പറഞ്ഞത്. 3ൻ്റെത് 3 എന്ന് പറയുന്നത് M ഷെല്ലാണ്. ഇവിടെ എസ് ഉള്ളൂ. നമുക്കറിയാം 3ക്ക് ഏതൊക്കെയുണ്ട്? S P D. 3 ഷെല്ലുണ്ട്. ഇവിടെ ചോദിച്ചത് വിച്ച് ആർ ദി സബ്ഷെൽ ഓഫ് ഈച്ച് ഷെൽ. 3ൻ്റെത് S മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് എന്താ എഴുതിയത്? 3s എഴുതിയാൽ മതി. ഇനി ടു വിച്ച് സബ്ഷെൽ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് ആഡഡ്? ഏത് സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തത്? എസ് സബ്ഷെൽ അല്ലേ? ഏത് സബ്ഷെല്ലാണ് പോയിരിക്കുന്നത്? എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുക? അതാ ഈ തലമുകളിലുള്ള എല്ലാ നമ്പറും അങ്ങ് ആഡ് ചെയ്തത്. 2 + 2 4, 4 + 6 10, 10 + 2 12. എത്രയാണ് ഇലക്ട്രോണിൻ്റെ നമ്പർ? 12. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ? നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ അത്ര തന്നെ പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോണിൻ്റെ നമ്പറാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 അല്ലേ? അറ്റോമിക് നമ്പർ. ഹൗ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിട്ടേൺ ഇൻ ഷോർട്ട് ഫോം? ഓർ ഹൗ നമുക്ക് എങ്ങനെ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാം? അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നമ്മൾ 9th പഠിച്ചത് അതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ വലിയ ആളായിട്ട് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ഫോം എഴുതുക? നിങ്ങൾക്കറിയില്ലേ കെയിൽ എത്ര ഇലക്ട്രോൺസ് പോവും? 2. ഇനി നോക്കുക, സെക്കൻഡ് സബ്ഷെല്ലിൽ 6 + 2, തേർഡ് സബ്ഷെല്ലിൽ 2. അപ്പോൾ ഇതാ ഷോർട്ട് ഫോമിൽ എഴുതി കഴിഞ്ഞു. കണ്ടോ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഇപ്പം പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇന്നിവിടെ ഇതിലെപ്പോലത്തെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലിമെന്റ് ഇസ് 1s2 2s2 2p6 3s2 3p6 4s2 3d1 4s2 3d1. ഹൗ മെനി ഷെൽസ്? എത്ര ഷെൽസ് ഉണ്ട് ഇതിൽ? ഔട്ടർ മോസ്റ്റിൽ 3 കണ്ട ഒറ്റയടിക്ക് 3 എന്ന് എഴുതരുത്. നമ്മൾ നോക്കുക, ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, 4. അപ്പോൾ എത്ര ഷെൽസ് ഉണ്ട്? 4 ഷെൽസ് ഉണ്ട്. 4 ഷെല്ലുകളാണ്. വിച്ച് ആർ ദ സബ്ഷെൽ ഓഫ് ഈച്ച് ഷെൽ? ഈച്ച് ഷെല്ല് സബ്ഷെൽ. അപ്പം നമുക്കറിയാം 4 ഷെല്ല് ഉള്ളതുകൊണ്ട് 1 2 3 4 K L M N ആണ് ഷെല്ലുകൾ. കെയിൽ S, Lൽ എസും പിയും ഉണ്ട്. M എന്ന് പറയുന്നത് തേർഡ് സബ്ഷെൽ. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. എന്നിൽ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എന്നിൽ എന്തുണ്ട്? എസ്, പി, ഡി, എഫ് ഉണ്ട്. അപ്പം ഇവിടെ ഏതാ ഉള്ളത്? എസ് സബ്ഷെൽ വരെയാണ്.
To which subshell the last electron is added? ഏത് സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോയിരിക്കുന്നത്? ഒരിക്കലും ഇതല്ലേ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡിയിൽ. അപ്പോൾ to which subshell the last electron is entered or added? It is in D subshell. ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. ബിക്കോസ് എനർജി എസിന് കുറവായതുകൊണ്ട് ആദ്യം എസ് കയറിയിട്ട് പിന്നെ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് ചാടും? ഡിൻ്റെ അടുത്തേക്ക് പോകും. Total number of electrons 2 plus 2 4 4 plus 2 6 6 to 18 20 21. Atomic number എന്താ? Number of electrons is equal to number of proton. Protonന്റെ number ആണ് atomic number 21. Need how the subshell electronic configuration written in short form. എങ്ങനെ എഴുതും? ഫസ്റ്റ് സെല്ലിൽ 2, സെക്കൻഡിൽ 6 plus 2 8, 3 ശ്രദ്ധിക്കണം 2 6 8 9. ദെൻ എസ്സിൽ എങ്ങനെയാണ്? 2. ഇതാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് ലെസൻ്റെ ഒരു വലിയ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വലിയ ഏരിയ തന്നെയായിരുന്നു. നന്നായി ഇതിൽ തിയറി ഒന്നുമല്ല, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. ക്ലാസ് നല്ലോണം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഈ ലെസൺ അങ്ങ് തീരും. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിലിട്ടുള്ള. താങ്ക് യു.